ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു ഡോൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതേപോലത്തെ ഒരു ടിന്നാണ് നമ്മൾ എടുത്തേക്കണത്. ഇനി നമുക്ക് ആവശ്യം വേണ്ട പൊടികളൊക്കെ അരിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് മൈദ, പിന്നെ അര കപ്പ് കൊക്കോ പൗഡർ, പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അര സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. അതിൻ്റെ വെള്ളയും മഞ്ഞയും നമുക്ക് വേർതിരിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കണത്. പൊടിച്ച പഞ്ചസാരയാണ് 1.5 കപ്പ് എടുത്തേക്കണത്. അത് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് പഞ്ചസാരയും കൂടി കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളയിലേക്ക് ഇത് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പതുക്കെയാണ് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ പതുക്കെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദയൊക്കെ ഒന്നും കൂടി അരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അരിച്ചാണ് ചേർക്കുന്നത്. എന്തോരം അരിക്കാവോ അത്രയും നല്ലതാണ്. അത്രയും കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ ഓയിലാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പാൽ വേണമെങ്കിൽ ചൂടാക്കി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കി അരിച്ച് വെച്ചാൽ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അല്ലെങ്കിൽ എയർ കയറിയിട്ട് കേക്കിൽ നിറച്ച് ഹോൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഒരു 5-6 പ്രാവശ്യമെങ്കിലും നല്ലപോലെ തട്ടണം. നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവൻ നമ്മൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചേർന്നതാണ്. ഇനി നമുക്ക് 150 ഡിഗ്രിയിൽ 50 മിനിറ്റ് വേവിച്ചെടുക്കാം. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ ഇത്തിരി വേവ് കൂടുതലുണ്ടാവും. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ 50 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് നോക്കാം. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. കേക്ക് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് 4 ലെയറായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ 4 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കണത്. അതൊരു 2 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് മുഴുവനും ചെയ്തെടുക്കാൻ ഒരു 2 കപ്പോളം മതിയാവും. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം.
ഫിയോണക്ക് പൊതുവെ മധുരം കുറവാണ്. ഞങ്ങൾ ഇവിടെ വേറെ പഞ്ചസാരയും ചേർക്കുള്ള മധുരം വേണമെന്നുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. ക്രീം നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ബോർഡിലേക്ക് നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ക്രീം എത്താൻ ഭാഗത്തിന് ആക്കി കൊടുക്കാം. അടുത്ത സ്പോഞ്ച് വെച്ച് കൊടുക്കുക. അതിലും നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓരോ ലെയർ ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ചെയ്യണത്. ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകളിലൊക്കെ ക്രീം ആക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് നല്ലപോലെ ലെവലാക്കി എടുക്കുക. നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 2 മണിക്കൂറോളം തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗനാഷ് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് എടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. ക്രീം നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഉരുകി വന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ നീല കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് OHP ഷീറ്റ് റൗണ്ടിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്രീമൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ ടൈറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്തുവിൻ്റെ ഫോട്ടോ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോട്ടോ നമ്മൾ കേക്കിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫോട്ടോയിലൊന്നും മുട്ടാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കേക്ക് മുറിക്കുന്നതിൻ്റെ അന്നെടുത്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.